കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തു. ഒപ്പം 20 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. ആദ്യ മന്ത്രിസഭാ യോഗം സെക്രട്ടേറിയറ്റിൽ ആരംഭിച്ചിരിക്കുന്നു. കേരളം കാത്തിരിക്കുന്ന എന്തൊക്കെ നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഇനിയുള്ള നിമിഷങ്ങളിലെ ആകാംക്ഷ. ഷീജ ചേരുകയാണ്. ഷീജ, ആദ്യ മന്ത്രിസഭാ യോഗം ഏതൊക്കെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കും? സ്ത്രീകളുടെ സൗജന്യ യാത്ര, ആശമാരുടെ 21,000 രൂപ വേതനം അടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയാവുമോ ഷീജ? ഏതായാലും ഇപ്പോൾ മന്ത്രിസഭാ യോഗം ആരംഭിക്കുകയാണ്. ഇവിടെ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിലെത്തിയ ഉടൻ തന്നെ മുഖ്യമന്ത്രി അവിടെ ഓഫീസിലെത്തി ചുമതലയേറ്റെടുക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി വി.ഡി. സതീശൻ ചുമതലയേറ്റെടുത്ത ശേഷമാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിന് വേണ്ടി ക്യാബിനറ്റ് റൂമിലേക്ക് എല്ലാവരും എത്തുന്നത്. ഈ മന്ത്രിസഭാ യോഗം ഇനി എന്തൊക്കെയാണ് നിർണായക തീരുമാനങ്ങളാണ് കൈക്കൊള്ളുക എന്നുള്ളതാണ് ഇനി എല്ലാവരും ഒറ്റുനോക്കുന്നത്. പ്രധാനമായും വലിയ വാഗ്ദാനങ്ങൾ നൽകിയാണ് യു.ഡി.എഫ് സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതിലുള്ളൊരു പരിഗണന, ആദ്യ മന്ത്രിസഭാ യോഗത്തിലുള്ളൊരു പരിഗണന എന്തൊക്കെയായിരിക്കും, ആർക്കൊക്കെയായിരിക്കും എന്നത് സംബന്ധിച്ച് തന്നെയാണ് ഇനിയുള്ള നിർണായകമായ കാര്യങ്ങൾ എന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ ദിവസവും ആശാപ്രവർത്തകർ ഇവിടെ, അതായത് വി.ഡി. സതീശനെ, മുഖ്യമന്ത്രി വി.ഡി. സതീശനെ ഗവൺമെന്റ് ഹൗസിലെത്തി അദ്ദേഹത്തെ സന്ദർശിക്കുകയും അവരുടെ വേതന വർധനമടക്കമുള്ള കാര്യങ്ങൾ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ അതിൽ അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ അവർ സംസാരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അത് സ്വാഭാവികമായും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വരുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുള്ള തീരുമാനം ഒരുപക്ഷെ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും മന്ത്രിസഭാ യോഗം ആരംഭിക്കുന്നു. ആ മന്ത്രിസഭാ യോഗത്തിൽ ഇനി ഈ ആശാപ്രവർത്തകരുടെ വിഷയത്തിന് പുറമെ എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിക്കും? ആദ്യ മന്ത്രിസഭാ യോഗം, വി.ഡി. സതീശൻ മന്ത്രിസഭയുടെ ആദ്യ മന്ത്രിസഭാ യോഗം കഴിഞ്ഞ 10 വർഷമായി പ്രതിപക്ഷത്തായിരുന്ന യു.ഡി.എഫ് ആണ് ഇപ്പോൾ അധികാരത്തിലെത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ആയിരിക്കും നിലവിൽ ആദ്യ മന്ത്രിസഭാ യോഗം ഈ മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വരിക എന്നുള്ളതും ഏറെ നിർണായകമായ ഒരു വിഷയം തന്നെയാണ്. അതിൽ ഈ ഇന്ദിരാ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ, പ്രത്യേകിച്ചും KSRTC-യിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്നതുമായി അടക്കമുള്ള വിഷയങ്ങളിൽ ഏതൊക്കെ തരത്തിലുള്ള തീരുമാനങ്ങളായിരിക്കും ഇനിയിപ്പോൾ ഉണ്ടാവുക എന്നുള്ള കാര്യം തന്നെയാണ് സ്വാഭാവികമായും ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നത്. അതിൽ ആ തീരുമാനങ്ങൾ ഏതായാലും ഈ മന്ത്രിസഭാ യോഗം പൂർത്തിയായതിനു ശേഷം മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഇനിയിപ്പോൾ ഉണ്ടാകുന്ന പ്രഖ്യാപനങ്ങൾ എന്തൊക്കെ എന്നുള്ളത് സംബന്ധിച്ച് തന്നെയാണ് ഏറെ നിർണായകമായിട്ടുള്ള ഒരു എല്ലാവരും കാത്തിരിക്കുന്നതും. എന്തൊക്കെയായിരിക്കും ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വരുന്ന വിഷയങ്ങൾ എന്നത് തന്നെയാണ് ഏറ്റവും പ്രസക്തമാകുന്ന കാര്യവും. തീർച്ചയായും ഷീജ, പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവാണ് എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ വി.ഡി. സതീശൻ നിരന്തരമായി ആവർത്തിച്ചത്. അതിനുശേഷം മുതിർന്ന നേതാവ്, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് A.K. ആന്റണി പറഞ്ഞത് നമ്മുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്, അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ ജനപ്രിയ തീരുമാനങ്ങളിലേക്കൊന്നും പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം കേരളത്തിന്റെ ധനമന്ത്രിയായിരുന്ന K.N. ബാലഗോപാൽ കണക്കുകൾ സഹിതം കൃത്യമായി പറഞ്ഞു, ഏതാണ്ട് 6,000-നടുത്ത് കോടി രൂപ ഖജനാവിൽ ബാക്കി വെച്ചിട്ടാണ് LDF സർക്കാർ ഭരണത്തിൽ നിന്ന് ഇറങ്ങുന്നത്. അതായത് അത്ര പാപ്പരായ സാഹചര്യമൊന്നും നിലവിൽ കേരളത്തിൽ ഇല്ല എന്ന് പറയുകയാണ്. ഈ ഇത്തരം ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്ന വേളയിൽ മാധ്യമപ്രവർത്തകർ ഇവരോട് ചോദിച്ചിരുന്നു, ഇതൊക്കെ നടപ്പാക്കാൻ കഴിയുമോ? ഞങ്ങളെല്ലാം പഠിച്ചിട്ടാണ് ഇത്തരം വാഗ്ദാനങ്ങൾ നൽകിയത് എന്നായിരുന്നു UDF-ന്റെ നേതാക്കൾ അന്ന് നൽകിയ മറുപടി. ഇനി അതിൽ നിന്ന് പിറകോട്ട് പോകാൻ അവർക്ക് കഴിയുമോ ഷീജ? തീർച്ചയായും ഏതായാലും അതിൽ നിന്ന് പുറകോട്ട് പോകാൻ അവർക്ക് സാധിക്കില്ല. പക്ഷെ അവർക്കൊരു ബലമാകുന്നത് ഈ പറയുന്നത് പോലെ തന്നെ ഖജനാവ് കാലിയല്ല എന്നുള്ളത് തന്നെയാണ്. കാരണം 10 വർഷത്തിന് മുമ്പ് LDF സർക്കാർ, അതായത് 1ാം പിണറായി സർക്കാർ അധികാരത്തിലേറുമ്പോൾ ഉണ്ടായിരുന്നൊരു സാഹചര്യമല്ല ഇപ്പോൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ ഖജനാവിന്റെ സാഹചര്യം എന്നുള്ളത് തന്നെയാണ്. അന്ന് 1ാം പിണറായി സർക്കാർ അധികാരത്തിലേറുന്ന സമയത്ത് ട്രഷറിയിൽ ഈ പറയുന്നത് പോലെ തന്നെ കേവലം 400 കോടി രൂപ മാത്രമായിരുന്നു മിച്ചമായി ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അതല്ല. 6,000 കോടിയോളം രൂപയെ അടുപ്പിച്ച് തന്നെ ഈ ട്രഷറിയിൽ നിലവിൽ ഉള്ളൊരു സാഹചര്യമാണ്, ഖജനാവിൽ ഉള്ളൊരു സാഹചര്യമാണ്. അപ്പോൾ സ്വാഭാവികമായും ആദ്യത്തെ ചില നിർണായകമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ അത് അവർക്ക് ഗുണകരമാകും. അവരുടെ അതായത് UDF മന്ത്രിസഭയുടെ ആദ്യ തീരുമാനങ്ങൾക്ക്, ജനപ്രിയ പ്രഖ്യാപനങ്ങളിലേക്ക് ഒരു പക്ഷേ കടന്നാൽ പോലും അത് അവർക്ക് വലിയ ബലമാകും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. പക്ഷേ അവർ അവകാശപ്പെടുന്നത് ഖജനാവ് കാലിയാണ് എന്നാണെങ്കിൽ പോലും മുൻ ധനമന്ത്രി K.N. ബാലഗോപാൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം കണക്കുകൾ സഹിതമാണ് കഴിഞ്ഞ ദിവസം
മാധ്യമങ്ങൾക്ക് മുന്നിൽ കാര്യങ്ങൾ വിശദീകരിച്ചത് കൃത്യമായ രീതിയിൽ തന്നെ സർക്കാർ ഖജനാവ് കാലിയാക്കിയിട്ടല്ല, മറിച്ച് കൃത്യമായ രീതിയിൽ തുക നിലനിൽക്കെ തന്നെയാണ് ഈ സർക്കാർ കഴിഞ്ഞ സർക്കാർ അധികാരത്തിൽ നിന്നും ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും അതിന്റെ ഒരു ഗുണം പുതിയ സർക്കാരിന് ലഭിക്കും എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഷമ്മി, തീർച്ചയായും ഖജനാവിൽ പണം ഇല്ലാത്തതല്ല, കൊടുക്കാനുള്ള മനസ്സാണ് ഉണ്ടാകേണ്ടത് എന്നുള്ളത് കൂടി ധനമന്ത്രിയായിരുന്ന KN ബാലഗോപാൽ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള കാരണം കണ്ടെത്താം എന്നുള്ളതാണ്. കേരളത്തിൽ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും നടപ്പിലാക്കാൻ അവർക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാനുള്ള സാമ്പത്തിക ശേഷി കണ്ടെത്താൻ കഴിയും. നിലവിലും ഖജനാവിൽ അതിനുള്ള ഒരു പ്രാഥമികമായ പ്രവർത്തനത്തിനുള്ള പണം ഉണ്ട് എന്നുള്ളതും വ്യക്തമല്ലേ ഷീജ? തീർച്ചയായും പുതിയ സർക്കാരിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള തുക ഖജനാവിലുണ്ട് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയവും ഇല്ല. അത് ആ രീതിയിൽ മാറ്റിവെച്ച് തന്നെയാണ് കഴിഞ്ഞ സർക്കാർ അധികാരത്തിൽ നിന്നും ഇറങ്ങിയിട്ടുള്ളത്. ഈ പറയുന്നത് പോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ പക്കൽ വലിയ തോതിൽ തുക ബാക്കി നിൽക്കുന്നു എന്നുള്ളതല്ല, അത് ഉണ്ടാക്കിയെടുത്ത രീതി തന്നെയാണ് കഴിഞ്ഞ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൽ എടുത്തു പറയുന്നത്. കാരണം വലിയ തോതിലുള്ള സാമ്പത്തിക ഞെരുക്കം കേന്ദ്രത്തിന്റെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് വികസന ക്ഷേമ പ്രവർത്തനങ്ങളുമായി കഴിഞ്ഞ സർക്കാർ മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഭാഗമായി ആഭ്യന്തര വരുമാന വർധനവ് അതടക്കം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ രീതിയിൽ ഒരു നീക്കിയിരിപ്പ് ഈ ഖജനാവിലേക്ക് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ടത്. ആ രീതിയിലുള്ള നടപടികൾ സ്വാഭാവികമായും UDF സർക്കാർ കൂടി സ്വീകരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ്. അതായത് ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകണം. എന്നാലേ കേന്ദ്രത്തിന്റെ ഈ രീതിയിലുള്ള സമ്മർദ്ദം തുടർന്നാലും സംസ്ഥാനത്തിന് പിടിച്ചു നിന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യമാണ് KN ബാലഗോപാൽ അടക്കം ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമോ സർക്കാരിൽ നിന്ന്, പുതിയ സർക്കാരിൽ നിന്ന് എന്നുള്ളത് തന്നെയാണ് ഇനി നമ്മൾ ഉറ്റുനോക്കുന്നത്. ഷമ്മി.